ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മേക്കപ്പ് ഇച്ചിരി കൂടുതലായതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ ഈ സൺലൈറ്റിൻ്റെ അടിയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഒക്കെ എഫാർച്ചിന്നാണ്. ഫുള്ള് ലുക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം നമ്മുടെ വ്ളോഗ് കണ്ടവർക്കറിയാം, നമ്മൾ എറണാകുളത്ത് ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ആങ്കറിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ കല്യാണമാണെന്ന് 12-ാം തീയതി. ഇന്നും നോർത്ത് പറവൂർ വെച്ചിട്ടാണ് കല്യാണം. ഞാനിവരുടെ എൻഗേജ്മെൻറ്റിന് പോയപ്പോഴായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. രാവിലെ റെഡിയായി 12 മണി 12:30 ആകുമ്പോൾ അവിടെ ചെന്നാൽ മതി. ഇപ്പം സമയം ഒരു 8:15 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പതിവ് ഫുഡൊക്കെ കഴിച്ച് അവിടെ എത്തുമ്പോഴേക്കും ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയമാകുമ്പോൾ അവിടെ എത്തും. രാവിലെ എണീറ്റ് മേക്കപ്പൊക്കെ ചെയ്താണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൺലൈറ്റ് അടിക്കുമ്പോൾ നല്ല ഗ്ലോ ഒക്കെ ഉണ്ട്. കൊള്ളാം. എനിക്ക് മൊത്തത്തിൽ നിന്ന് ഓവറോൾ എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഡ്രസ്സ് എപ്പോഴും FRC എന്നാന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഷോപ്പ് എവിടെയാണെന്ന്. ആലപ്പുഴ തന്നെയാണ്. നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആലപ്പുഴ ടൗണിൽ തന്നെയാണ് നിങ്ങൾക്ക് എത്താൻ പറ്റും. അവിടെ ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ റെൻ്റൽ ഓപ്ഷൻസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡിസൈനേഴ്സായിട്ട് മെറ്റീരിയൽസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റെൻ്റൽ അല്ലാണ്ടും അവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി FRH ആലപ്പുഴ, FRH ഡിസൈനർ സ്റ്റുഡിയോ എന്നോ അല്ലെങ്കിൽ FRH റെൻ്റൽ ഓർണമെൻറ്റ് സ്റ്റുഡിയോ ആലപ്പുഴ എന്നോ അല്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ബൈ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബ്ലോക്ക് കാരണം താമസിച്ചെത്തിയത് കൊണ്ട് 8:30 ഇറങ്ങിയത്. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. അല്ല, ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ എത്തി. ഇപ്പൊ സമയം 10:15 ആയുള്ളു. അവിടെയാണ് 12:30 തുടങ്ങത്തുള്ളൂ. ഞങ്ങൾ എന്നിട്ട് എടപ്പള്ളിയിൽ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അല്ല, ഇവൻ ഇന്നലെ പറഞ്ഞു, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയപ്പോ ബ്ലോക്ക്. അപ്പൊ ഇപ്രാവശ്യം നമ്മളോർത്ത് ബ്ലോക്ക് ആയിരിക്കുമെന്ന്. ഇത് കടയുടെ പേരെന്നാ? ശ്രീ അഭിരാമി വെജിറ്റേറിയൻ ഹോട്ടൽ, എടപ്പള്ളിയിൽ. കൊള്ളാം, നല്ല ഫുഡായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ പയ്യെ പോവാൻ കല്യാണ ചെക്കൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. 11:30 ആകുമ്പോഴേ പള്ളിയിൽ തുടങ്ങത്തുള്ളൂ. 12:30 ആകുമ്പോൾ ഹോളിലെത്തത്തുള്ളൂ. അതുകൊണ്ട് പള്ളിയിലോട്ട് വാന്നും പറഞ്ഞ് അവിടുത്തെ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പയ്യെ പോകാം, വളരെ പയ്യെ. അതാകുമ്പോൾ ചെന്നിട്ട് നല്ല സമയം കിട്ടും. നേരത്തെ ഇറങ്ങിയതിൻ്റെ സാരമില്ല, നമ്മൾ ധൃതി പിടിക്കാതെ എത്തിയില്ലേ. എന്താ 1 മണിക്കൂർ ഇനി പോസ്റ്റാണ് ഞങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ, പക്ഷെ 11 മണിക്ക് എത്തേണ്ടത്. അത് സാരമില്ല, വെയിലില്ലാത്തടത്തുനിന്ന് ഫോട്ടോ എടുക്കാം. അപ്പം ഇനി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ടൈമുണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അരൂരെത്തിയപ്പോഴാണ് ഞാൻ എണീറ്റ്. അതല്ല, എനിക്കിന്ന് ഒബ്രോൺ മോളിൻ്റെ അടുത്ത ഒരു ഷോപ്പിലൊരു ഹാമ്പർ കൊടുക്കാനുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഹാമ്പർ എടുക്കാൻ വിട്ടുപോയി. ഒരു അർജൻറ്റീന, ഒരു മെസ്സി ഫാൻ ബോയ്ക്ക് കൊടുക്കാനുള്ള മെസ്സിയുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഹാമ്പറായിരുന്നു. അപ്പം ഇനി അത് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ചെന്നിട്ട് അത് കൊറിയർ അയച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ കാര്യമേ വിട്ടുപോയി. അപ്പം 10:20 12:30 എന്തായാലും പയ്യച്ചല്ല, അതാകുമ്പോൾ 1 മണിക്കൂറേ പോസ്റ്റ് ആകും. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിപ്പോൾ എത്തിയത്. ചെക്കൻ്റെ പെണ്ണിൻ്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഒരു പള്ളിയിലോട്ട് പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ നേരെ അതുകൊണ്ട് ഓഡിറ്റോറിയത്തിലോട്ട് പോകുന്നു. അതുകൊണ്ട് നല്ല കുറച്ച് ഫോട്ടോയും വീഡിയോയും കിട്ടി. പക്ഷെ ഇവനെടുത്തതൊന്നും ശരിയായില്ല. എൻ്റെ ഡ്രസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടേ ഉള്ളൂ ഇവിടെ. ഇനിയും 1 ഹവറെങ്കിലും കഴിഞ്ഞിട്ടേ അവർ ഓഡിറ്റോറിയത്തിലോട്ട് വരത്തുള്ളൂ. നമ്മളതുകൊണ്ട് ഇവിടെ നല്ല പോസ്റ്റാണ്. പരിപാടി എല്ലാം കഴിഞ്ഞു. ആങ്കർ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല തിരക്കിനിടക്ക്. കാര്യം നമ്മളിവിടെ 11 മണിക്ക് വന്നതാണ്. 12 മണി 12:30 ചെക്കനും പെണ്ണും ഹോളിലെത്തും എന്ന് പറഞ്ഞിട്ട് അവരെത്തിയത് 1:45 ആയപ്പോഴാണ്. അത്രയും സമയം ലാഗ് ആയതുകൊണ്ട് തന്നെ ഉച്ചയായി. വന്നിരിക്കുന്ന ഗസ്റ്റിനൊക്കെ പോകണം. അപ്പം നമുക്ക് പരിപാടി നമ്മൾ വിചാരിച്ചത്രയും നമുക്ക് ഒന്ന് കളറാക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നിട്ടും ഇവരുടെ ഫാമിലിയുടെ ഒരു സഹകരണം കൊണ്ട് നമുക്ക് നല്ല ലാസ്റ്റ് ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ വെക്കാൻ പറ്റി. വലിയ കുഴപ്പമില്ലാണ്ട് തീർന്നു. ഇപ്പം സമയം 3:30 ആയി. ഞങ്ങൾക്കിനി ലുലുമോളിലൊന്ന് കയറണം. കാരണം അവിടെ ഇപ്പം ഇയർ എൻഡിങ് സെയിലല്ലോ, എന്തോ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്ന് വെച്ചാൽ ഫ്ലാറ്റ് 50% സെയിൽ നടന്നുകൊണ്ടിരിക്കുക. ഇന്നാണ് ലാസ്റ്റ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ 50% സെയിലിന് എന്താ ഉള്ളത് നമുക്ക് നോക്കാമല്ലോ. ഫുഡ് കഴിച്ചു. ഫുഡാണെങ്കിൽ കുറച്ചേ കഴിച്ചുള്ളൂ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇനി അവിടെ പോയി നോക്കാം, ലുലു കണക്റ്റിൽ പോയി നോക്കാമെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫോണൊക്കെ 50% ഒക്കെ കുറവുണ്ടെങ്കിൽ നല്ല ലാഭമല്ലേ. ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ പറ്റാത്ത തിരക്കാന്ന് പറയുന്നത്. ഒന്നാമത് പ്രത്യേകിച്ച് സൺഡേ ആണ്, നല്ല തിരക്കായിരിക്കും. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഞങ്ങൾ ലുലു മോളിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര തിരക്ക്. ഞങ്ങളിപ്പോൾ ഫോറം മാളിൽ വന്നു.
എനിക്ക് ബ്ലൂബെറി ഷേക്ക് ഇഷ്ടമല്ല. എനിക്ക് ബ്ലൂബെറിയുടെ ഒരു ഫ്ലേവറും ഇഷ്ടമല്ല. അപ്പം ഞാൻ മാംഗോ ഓർഡർ ചെയ്തപ്പോൾ മാംഗോ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പം വീണ്ടും ഞങ്ങൾ ബ്ലൂബെറി പറഞ്ഞു. പക്ഷെ ഇത് അടിപൊളി. കോറമാളില ബർഗർ കിങ്ങിലെ ബ്ലൂബെറി ബ്ലാസ്റ്റ് പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതൊരു ബട്ടറിൻ്റെ ടേസ്റ്റ് കൊള്ളാം. മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഒന്നാമത് രാവിലെ തന്നെ പോയതുകൊണ്ട് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ മാളിൽ കയറി ഫുഡും കഴിച്ച് ഒരു വീഡിയോ എടുത്തു. കുറച്ച് ദിവസമായിരുന്നു ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇടാനുള്ള വീഡിയോയും എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. ഞാൻ 8 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. അശ്വിൻ എന്നെ ആക്കിയിട്ട് പോയി. മൊത്തത്തിൽ അത്ര നല്ലൊരു ദിവസം അല്ലായിരുന്നു. ഇന്ന് ഭയങ്കരമായിട്ടൊരു ടയേർഡ്നെസ് ഉള്ള ദിവസമായിരുന്നു. കാരണം രാവിലെ തന്നെ ഞങ്ങൾ 2 മണിക്കൂർ പോസ്റ്റ് ആയപ്പോൾ തന്നെ ഞങ്ങളുടെ എനർജിയൊക്കെ പോയി. ഇനിയിപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കണം, ഒന്ന് ഫ്രഷ് ആവണം, കിടന്നുറങ്ങണം, വീഡിയോ ഒക്കെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം, ഇനി എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രം ആര്യ.